There is a sense of grief and loss among the families at the Cochin International Airport as they try to cope with the death of their loved ones in the fire. Mortal remains of 31 victims of the tragic fire in Kuwait have been brought back. Among the deceased are 23 individuals from Kerala, 7 from Tamil Nadu and 1 from Karnataka. These deaths happening far from home have added to the family's pain. More than half of the lives lost are from Kerala, and majority who are under treatment in different hospitals, they are from Kerala. The embassy had not given an exact number of how many injured, how many seriously injured. So from the data we collect there, we are informed that about 7 they are seriously injured, and out of which 4 are from Kerala. Again, that is not officially declared. After that, we have arranged adequate ambulances, dedicated ambulances for each, dedicated pilots for each, and they will be taking the bodies to their respective homes. In fact, we have arranged a pilot for the Tamil Nadu people, Karnataka also till the border, from where their police will take over. Relatives, some have arrived, some have not. Whoever relatives are there, if based on their request, 1 or 2 will be allowed in the ambulance itself. Rest they have come in their own car, they will come. Or if required, we'll give space in the pilot also. ഞാൻ അങ്ങനെ ടി വി വെച്ച് നോക്കിയിരുന്ന സിബിൻ കോട്ടയം എന്നും പറഞ്ഞ ഒരിത് അതിനകത്ത് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൻ്റെ മദറിൻലോം മരിച്ചായിരുന്നു. അന്നേരം അതിനുവേണ്ടി വന്നിട്ട് ജനുവരി 22 മടങ്ങിപ്പോയത്. കുഞ്ഞിൻ്റെ മാമോദീസായും അതിന് അത് കഴിഞ്ഞ് പെട്ടെന്ന് നടത്തി. അങ്ങനെ ജനുവരി 22 തിരിച്ചു. അടുത്ത് വരാൻ അവൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഈ ആഗസ്റ്റ് 18-ാം തീയതിയാണ്. ഓഗസ്റ്റ് 18-ാം തീയതി ബർത്ത്ഡേക്ക് വരണമെന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് വിളിക്കുമ്പോഴും അവളോട് വൈഫിനോട് പറഞ്ഞ് ഞാൻ അതിന് വരാനായിട്ട് അങ്ങേറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് അവസാനമായിട്ട് അത് പറഞ്ഞിട്ടാണ് അതെന്ന് പറഞ്ഞ് അവളവിടെ കിടന്ന് കരയുന്നത്. അവിടെ ആദ്യം മത്സ്യത്തൊഴിലാളികൾ മറ്റേ മീൻ പിടിക്കുന്ന പണിയിലായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് ചേഞ്ച് ആയത്, വിസ ചേഞ്ച് ആയി. നാട്ടിലെ മത്സ്യത്തൊഴിലാളിയാണ്. നോഹിനി പിന്നെ മൂന്ന് പെൺകുട്ടികളാണ്. 3 ചെറിയ മക്കളാണ്, പിഞ്ചു മക്കളാണ്. അവർ ഒന്ന് 13 വയസ്സ്, ഒന്ന് 7 വയസ്സ്, അങ്ങനെയൊക്കെ ചെറുതാണ്. എൻ്റെ വീട് കുടിയിരിക്കലുണ്ടായിരുന്നു. അന്ന് വന്ന് പിന്നെ ഞങ്ങളിവിടെ ഒരു മാസം കഷ്ടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എന്നിട്ട് പിന്നെ ആള് പുതിയ കമ്പനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നുണ്ട്. കഴിഞ്ഞ നോമ്പിന് മുന്നേ പോയതാണ്. സ്വന്തം സ്ഥലം തിരുവല്ലയാണ്. ഇപ്പം കല്യാണം കഴിച്ച് പിന്നെ അവന് അവിടെ ചാവക്കാട് സെറ്റിൽ ചെയ്യാൻ വരുന്നത്. ചെറിയ ബുദ്ധിമുട്ടാണ്, ഫിനാൻഷ്യലി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവന് നമ്മുടെ സുഹൃത്ത് കൊണ്ടുപോയത്, കുവൈറ്റിലോട്ട് കൊണ്ടുപോയത്. ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വീട് പണി, ചെറിയൊരു വീടൊക്കെ അവനെ തട്ടിക്കൂട്ടി അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് പോയത്. പിന്നീട് അങ്ങോട്ട് പോയി ഫിനാൻഷ്യലി ഒന്ന് വെല്ലാകാൻ വേണ്ടി പോയതാണ്. അതിങ്ങനെ വന്ന് അവസാനിച്ചു. ഇത്രയും പേരുടെ മൃതശരീരങ്ങൾ ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ട ദൗർഭാഗ്യമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ്. കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയും മക്കളെ നോക്കുന്നതിന് വേണ്ടിയും ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്.